നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഓൺലൈൻ എക്സാമിൻ്റെ ആണ്. ബൈൻഡർ ഗ്രേഡ് 2 എക്സാം മാർച്ച് 6 നടന്നതാണ്. 22/2025 ഓൺലൈൻ എക്സാം. അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ശിലകളെക്കുറിച്ച് 12ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ശിലകളുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആഗ്നേയ ശിലകളും അവസാദ ശിലകളും കായാന്തരിത ശിലകളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ വരുന്നതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഈ ഒന്നാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായും 3ആയി തിരിച്ചിരിക്കുന്നു. അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ശിലകളും തന്നിട്ടുണ്ട്. രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിലുള്ള ശിലകൾ, ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ, അതാണ് രൂപീകരണ പ്രക്രിയയുടെ ഫലമായി ഉണ്ടാകുന്ന ശിലകൾ. അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് തന്നേക്കുന്ന ജോഡിയായിട്ട്. അതിനകത്ത് ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1, 4 മാത്രമാണ് ശരി. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിള്. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിള്. അപ്പൊ ഇനി ശിലകൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ 12ാം ക്ലാസ്സിലെ ശിലകളുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ വിവിധയിനം ശിലകളെ കുറിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വേണ്ടുന്ന പോയിന്റ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ ശിലകളെ അവയുടെ രൂപീകരണത്തിന് നിദാനമായ പ്രക്രിയകൾക്കനുസരിച്ച് ഭൂവൈജ്ഞാനികൾ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ 1 ആഗ്നേയ ശിലകള്, 2 അവസാദ ശിലകള്, 3 കായാന്തരിത ശിലകള്. ഇംഗ്ലീഷ് മലയാളം ഡിഫിക്കൽട്ട് ഉള്ളവർ ശ്രദ്ധിച്ചോണം. ആഗ്നേയ ശിലകള് ഇഗ്നിയസ് റോക്ക്, അവസാദ ശിലകള് സെഡിമെന്ററി റോക്സ്, കായാന്തരിത ശിലകള് മെറ്റാമോർഫിക് റോക്സ്. അപ്പൊ ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്മ അല്ലെങ്കിൽ ലാവ എന്ന് വിളിക്കുന്ന ഉരുകിയ ശിലാദ്രവങ്ങൾ ഘനീഭവിച്ചുണ്ടാകുന്ന ശിലകൾ. മാഗ്മ അല്ലെങ്കിൽ ലാവ അത് തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. അവസാദ ശിലകളോ നേരത്തെ ഉണ്ടായിരുന്ന ശിലകളുടെ കഷ്ണങ്ങൾ ഉൾച്ചേർന്നോ ലായനികളിൽ നിന്ന് ഊറിയുണ്ടാകുന്ന അവശിഷ്ടങ്ങളിൽ നിന്നോ രൂപം കൊള്ളുന്ന ശിലകൾ. അപ്പൊ നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന ശിലകളുടെ കഷ്ണങ്ങൾ കൂടിച്ചേർന്നോ അല്ലെങ്കിൽ ലായനികളിൽ നിന്ന് ഊറിയുണ്ടാകുന്ന അവശിഷ്ടങ്ങളിൽ നിന്നോ ഉണ്ടാകുന്നതാണ് അവസാദ ശിലകൾ. അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാവുന്നത്. കായാന്തരിത ശില എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചുണ്ടായ ശിലകൾ. ഓൾറെഡി ശില ഉണ്ടായിരുന്ന അതിന് രൂപമാറ്റം സംഭവിച്ചുണ്ടായതാണ് കായാന്തരിത ശിലകൾ. ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ നിന്ന് മാഗ്മ അല്ലെങ്കിൽ ലാവ എന്ന് വിളിക്കുന്ന ഉരുകിയ ശിലാദ്രവങ്ങൾ ഘനീഭവിച്ചുണ്ടാവുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. അവസാദ ശിലകൾ അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാവുന്നു. കായാന്തരിത ശിലകളോ നേരത്തെ ഉണ്ടായിരുന്ന ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചുണ്ടായ ശിലകളാണ് കായാന്തരിത ശിലകൾ. ഇനി ആഗ്നേയ ശിലകൾ, ആ പേരൊക്കെ എങ്ങനെ വന്നു എന്നുള്ളതാണ്. ലത്തീൻ ഭാഷയിൽ ഇഗ്നിസ് എന്നാൽ അഗ്നിജന്യം എന്നർത്ഥം. ഉരുകിയ ധാതുലായനി, ശിലാദ്രവം, ഇതിൽ നിന്നും ഘനീഭവിച്ചുണ്ടായ ശിലകളാണിവ. ഉന്നത ഊഷ്മാവ് മൂലം ഭൂമിയുടെ അന്തർഭാഗം ഉരുകിയ ദ്രവാവസ്ഥയിലാണ്. ഭൂമിക്കുള്ളിലെ ഉരുകിയ ശിലാദ്രവത്തെ മാഗ്മ എന്ന് പറയുന്നു. മാഗ്മ തണുത്തുറഞ്ഞ് ഖരരൂപത്തിലാകുമ്പോൾ ആഗ്നേയ ശിലകൾ രൂപം കൊള്ളുന്നു. മാഗ്മ തണുക്കുമ്പോൾ സംഭവിക്കുന്ന ക്രിസ്റ്റലീകരണം വഴിയാണ് ആഗ്നേയ ശിലകളിലെ ധാതുക്കൾ ഉണ്ടാകുന്നത്. അപ്പൊ ഉരുകിയ ചൂടുള്ള ശിലാദ്രവത്തിലെ ആറ്റങ്ങളും അയോണുകളും നിയതമായ ഘടനയില്ലാത്തവയാണ്. ഉയർന്ന ഊഷ്മാവാണ് ഇതിന് പ്രധാന കാരണം. അയോണുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിലയിലേക്ക് മാഗ്മയുടെ ഊഷ്മാവ് കുറയുമ്പോൾ അവയ്ക്ക് നിയതമായ ഘടന വരുന്നു. ക്രമേണ അവ ക്രിസ്റ്റൽ രൂപം പ്രാപിക്കുന്നു. ഉരുകിയ ശിലാപദാർത്ഥം ഭൗമോപരിതലത്തിൽ എത്തുമ്പോഴാണ് അതിനെ ലാവ എന്ന് വിളിക്കുന്നത്. ഭൂമിക്കുള്ളിലായിരിക്കുന്നിടത്തോളം അത് മാഗ്മ എന്നറിയപ്പെടുന്നു. ഏതാണ്ട് എല്ലാ ആഗ്നേയ ശിലകളും ഉണ്ടായിരിക്കുന്നത് മാഗ്മ, ലാവ എന്നിവ തണുക്കുന്നതിലൂടെ സംഭവിക്കുന്ന ക്രിസ്റ്റലീകരണത്തിലൂടെ മാത്രമാണ്. അപ്പം ആഗ്നേയ ശിലാ രൂപീകരണം തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഭൂമിക്ക് ഉള്ളിലിരിക്കുന്ന ഉരുകിയ ശിലാദ്രവത്തെ എന്തെന്ന് പറയും? ഭൂമിക്കുള്ളിലിരിക്കുമ്പോൾ മാഗ്മ എന്ന് പറയും. അത് പുറത്ത് വരുമ്പോഴാണ് അതിനെ ലാവ എന്ന് പറയുന്നത്. ഇത് പുറത്ത് വരുമ്പോഴും ചൂടുള്ളതായിരിക്കും, താപനില കൂടുതലായിരിക്കും. ഈ താപനില കുറഞ്ഞു വരുമ്പോൾ മാത്രമേ അതിന് കൂടിച്ചേർന്ന് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉണ്ടാവുന്ന ശിലകളാണ് ഏത് ശിലകൾ എന്ന് പറയുന്നത്? ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. അപ്പൊ ആഗ്നേയ ശിലകളാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യന് വരാം. ആഗ്നേയ ശിലകളുടെ ഒരു പോയിന്റും തന്നിട്ട് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. അപ്പൊ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ചോദ്യം വരാം. അപ്പൊ ഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ശിലാരൂപമാണ്? ആഗ്നേയ ശിലകളാണ്. എല്ലാ ശിലകളും ഇവയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് ആയതുകൊണ്ട് ഇവ ആദിമ ശിലകൾ കൂടിയാണ്. ആഗ്നേയ ശിലകളിൽ നിന്നാണ്
അവസാദ ശിലകളും കായാന്തരിത ശിലകളും എല്ലാ ശിലകളും രൂപം കൊള്ളുന്നത്. അപ്പൊ ഇതിനെ എന്തെന്ന് പറയാം? ആദിമ ശിലകൾ എന്ന് പറയാം. വൻകരകളെ ഉൾക്കൊള്ളുന്ന ഭൂവൽക്കത്തിന്റെ ഉൾഭാഗം മാത്രമല്ല, സമുദ്ര ഭൂവൽക്കങ്ങളുടെ ഉൾഭാഗവും ആഗ്നേയ ശിലകളാൽ നിർമ്മിതമാണ്. ആ അർത്ഥത്തിൽ ആഗ്നേയ ശിലകളുടെ പഠനം ഭൗമവ്യവസ്ഥയുടെ ഒട്ടുമിക്ക തലങ്ങളെയും മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. അപ്പൊ ആഗ്നേയ ശിലകളെ കുറിച്ച് പഠിച്ച വൻകരയിലുള്ള കാര്യങ്ങളെ കുറിച്ചും എന്താണ് സമുദ്രാന്തർ ഭാഗത്തെ അല്ലെങ്കിൽ സമുദ്ര ഭൂവൽക്കത്തെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ആഗ്നേയ ശിലകളുടെ ഉദാഹരണങ്ങളാണ്. അപ്പം ഗ്രാനൈറ്റിന്റെ പടവും അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ഒരു ഉദാഹരണമാണ്. ആഗ്നേയ ശിലകളുടെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഗ്രാനൈറ്റ്. തെറ്റിപ്പോവൽ, ആഗ്നേയം, അതിനകത്ത് ഗ്ന ആ പേര് തന്നെ ഉണ്ട്, ഗ്രാനൈറ്റ്, ആ ഒരു അത് കിട്ടും. ആഗ്നേയത്തിനകത്ത് ഗായുണ്ട്, ഗ്രാനൈറ്റ്. അപ്പൊ ഗ്രാനൈറ്റ് താരതമ്യേന ഇളം നിറമുള്ളതും ഹോളോ ക്രിസ്റ്റലീയമായതും വലിയ തരികളോട് കൂടിയതുമായ ഫാനറ്ററിക് പ്ലൂട്ടോണിക് ശിലയാണ്. ചില ഗ്രാനൈറ്റ് ശിലകൾ ഫോർവിട്രിക് ടെക്സ്ചർ കാണിക്കുന്നു. ഇവയെ ഫോർവിട്രിക് ഗ്രാനൈറ്റ് എന്ന് വിളിക്കുന്നു. ഗ്രാനൈറ്റിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത് ക്വാർട്സ്, ഫെൽസ്പാർ എന്നീ ധാതുക്കളാണ്. ക്വാർട്സിനോടൊപ്പം ഓർത്തോക്ലേസ്, പൊട്ടാഷ്, ഫെൽസ്പാർ ആണ്. സോഡിയം പ്ലാജിയോക്ലേസ് എന്നിവയാണ് ഈ ശിലയുടെ സിംഹഭാഗവും. കടും നിറത്തിലുള്ള ആംബിബോൾ, ബയോഡൈറ്റ് ധാതുക്കൾ ചെറിയ അളവിൽ കാണപ്പെടുന്നു. ഗ്രാനൈറ്റ് കടുപ്പമേറിയതും ദൃഢതയുള്ളതുമായ ശിലയായതിനാൽ നിർമ്മാണ ആവശ്യങ്ങൾക്കായി ധാരാളമായി ഉപയോഗിക്കുന്നു. അപ്പൊ ഗ്രാനൈറ്റ് ഓർത്തിരിക്കണം, കടുപ്പമുള്ള ശിലയാണ്, കട്ടി കൂടിയതാണ്. അപ്പൊ നിർമ്മാണ ആവശ്യങ്ങൾക്ക് കൂടുതലായിട്ട് ഗ്രാനൈറ്റ് ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തെ എന്താണ്? റയോലൈറ്റ് ആണ്. ഇളം നിറമുള്ള വോൾക്കാനിക് ശിലയാണ് റയോലൈറ്റ്. ഗ്രാനൈറ്റിന്റെ അതേ രാസഘടനയുള്ളതും എന്നാൽ തികച്ചും വ്യത്യസ്തമായ ടെക്സ്ചർ കാണിക്കുന്നതുമായ ശിലയാണ് റയോലൈറ്റ്. പൊതുവെ റയോലൈറ്റ് ചെറിയ ശിലാതരികളോട് കൂടിയ ഗ്ലാസി ടെക്സ്ചർ മുതൽ ഫോർവിറ്റിക് ടെക്സ്ചർ വരെ പ്രദർശിപ്പിക്കുന്നു ശിലയാണ്. ചിലപ്പോൾ ധാതുക്കളുടെ ക്രിസ്റ്റലീകരണം അസാധ്യമാകും വിധം മാഗ്മ അതിവേഗം തണുക്കാറുണ്ട്. തൽഫലമായി ഉണ്ടാകുന്ന വോൾക്കാനിക് ശിലയാണ് ഒബ്സിഡിയൻ. ഇപ്പൊ രണ്ട് ഉദാഹരണങ്ങൾ ഓർത്തിരുന്നാൽ മതി, ഗ്രാനൈറ്റും റയോലൈറ്റും. മൂന്നാമത്തെ എന്താണ്? പെക്മറൈറ്റ്. അതിന്റെ പടവും തന്നിട്ടുണ്ട്. വളരെ വലിയ തരികളോട് കൂടിയ ആഗ്നേയ ശിലകളാണ് പെക്മറൈറ്റ്. മാഗ്മയുടെ ക്രിസ്റ്റലീയ പ്രക്രിയയുടെ അവസാന ഘട്ടങ്ങളിലാണ് ഇവ രൂപം കൊള്ളുന്നത്. മാഗ്മ വളരെ പതുക്കെ മാത്രം തണുക്കുന്നതും മാഗ്മയുടെ കുറഞ്ഞ വിസ്കോസിറ്റിയുമാണ് പെക്മറൈറ്റിലെ തരികളുടെ അസാധാരണ വലുപ്പത്തിന് കാരണമായി പറയപ്പെടുന്നത്. ഏറിയ കൂറും അസാധാരണമാവിധം വലിയ ക്രിസ്റ്റലുകളും ചിലപ്പോൾ മറ്റു ശിലകളിൽ അപൂർവമായി മാത്രം കാണുന്ന ചില ധാതുക്കളും അടങ്ങിയിരിക്കുന്ന ശിലകളാണ് പെക്മറൈറ്റ്. അപ്പൊ മിക്ക പെക്മറൈറ്റ് ശിലകളുടെയും രാസഘടനയിൽ ഗ്രാനൈറ്റിൽ ഉള്ളതുപോലെ ധാരാളം ക്വാർട്സ്, ഫെൽസ്പാർ, മൈക്ക തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിരിക്കും. ഗാബ്രോ, ഡയോറൈറ്റ് തുടങ്ങിയ പ്ലൂട്ടോണിക് ശിലകൾക്കുള്ള അതേ ധാതുഘടനയോട് കൂടിയ പെക്മറൈറ്റും കാണപ്പെടുന്നതാണ്. അപ്പൊ 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആഗ്നേയ ശിലകളുടെ ഉദാഹരണം ഗ്രാനൈറ്റ്, റയോലൈറ്റ്, പെക്മറൈറ്റ്. അടുത്ത 4മത്തേതാണ് ഡയോറൈറ്റ്. ഡയോറൈറ്റിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഇരുണ്ട ചാര നിറമുള്ളതും വലുതു മുതൽ ചെറുതുവരെയുള്ള ശിലാതരികളോട് കൂടിയതുമായ ഇന്റർമീഡിയറ്റ് അന്തർജാത ശിലകളാണ് ഡയോറൈറ്റ്. പ്ലാഞ്ചിയോക്ലേസ്, ഫെൽസ്പാർ, ബയോഡൈറ്റ്, ഹോൺബ്ലൈൻഡ്, പൈറോക്സിൻ എന്നിവയാണ് പ്രധാന ധാതുക്കൾ. ക്വാർട്സ്, പൊട്ടാസ്യം, ഫെൽസ്പാർ എന്നിവ ഇതിൽ വളരെ കുറവാണ്. ഡയോറൈറ്റ് ശിലയിലും കടുനിറമുള്ള ധാതുക്കൾ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്ത ഉദാഹരണമാണ് ആൻഡിസൈറ്റ്. ഇരുണ്ടതോ കറുത്തതോ ആയ സൂക്ഷ്മ തരികളോട് കൂടിയ അഫിനിറ്റിക് മുതൽ ഫോർഫറിറ്റിക് വരെയുള്ള ടെക്സ്ചർ സ്വഭാവം കാണിക്കുന്ന ബാഹ്യജാത വോൾക്കാനിക് ശിലയാണ് ആൻഡിറൈറ്റ്. ക്വാർട്സ് തീരെ ഇല്ലെന്ന് തന്നെ പറയാം ഇതിനകത്ത്. അതിന്റെ പടവും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ഇനി ആഗ്നേയ ശിലകളുടെ ഉദാഹരണം ഗാബ്രോ. സമ്പൂർണ്ണ ക്രിസ്റ്റലീയവും ഗാബ്രോയുടെ ചിത്രം തന്നിട്ടുണ്ട്. വലിയ തരികളോട് കൂടിയതുമായ മാഫിക് അന്തർജാത ശിലയാണ് ഗാബ്രോ. ബസാൾട്ട് ശിലകൾക്ക് സമാനമാണ് ഇവയുടെ രാസഘടന. പലപ്പോഴും ഇവിടെ കളർ എന്താണ്? പച്ച കലർന്ന ഇരുണ്ട നിറം. അതാണ് ഗാബ്രോയുടെ പ്രത്യേകത. ഈ ചില ഗാബ്രോ ശിലകളിൽ ഒലീവിൻ എന്ന ധാതുവും കണ്ടുവരുന്നുണ്ട്. ചിലതില് ഹോൺബ്ലൈൻഡ് ചെറിയ അളവിൽ അടങ്ങിയിരിക്കുന്നു. ഗ്രാനൈറ്റ്, ഡയോറൈറ്റ് എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ഗാബ്രോ ശിലകളിൽ ഫെറോ മഗ്നീഷ്യം, ഇരുമ്പ്, മഗ്നീഷ്യം ധാതുക്കൾ ഫെൽസ്പാറിനെ അപേക്ഷിച്ച് കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്നു. ഇനി ബസാൾട്ട്. അടുത്ത എക്സാമ്പിൾ ആണ് ബസാൾട്ട്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വോൾക്കാനിക് ശിലയാണ് ബസാൾട്ട്. അപക്ഷയത്തിന് ഒട്ടും വിധേയമാകാത്ത അവസ്ഥയിൽ ബസാൾട്ട് കൽക്കരിയുടെ കറുപ്പ് നിറമോ ഇരുണ്ട ചാരനിറമോ ഉള്ളതും സൂക്ഷ്മ തരികൾ അടങ്ങിയതുമായ അഫിനിറ്റിക് ബാഹ്യജാത ശിലയാണ്. അവയിൽ പലപ്പോഴും ഫോർവിറ്റിക് സ്ട്രക്ചർ കാണിക്കുന്നു. പൈറോക്സിൻ, കാൽസ്യം സമ്പന്ന പ്ലാജിയോക്ലേസ് എന്നിവയാണ് രണ്ട് പ്രധാന ധാതു ഘടകങ്ങൾ. അവയിൽ തന്നെ പല ഇനങ്ങളിലും ഒലീവിനും അടങ്ങിയിരിക്കുന്നു.
സുഷിരങ്ങൾ നിറഞ്ഞ ടെക്സ്ചർ അഥവാ വെസിക്കുലർ ടെക്സ്ചർ ഉള്ള ബസാൾട്ട് ശിലയെ സ്കോറിയ എന്ന് വിളിക്കുന്നു. അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, എക്സാമ്പിൾ ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആഗ്നേയ ശിലകളുടെ ഉദാഹരണങ്ങൾ ഗ്രാനൈറ്റ്, റയോലൈറ്റ്, പെക്മറൈറ്റ്, ഡയോറൈറ്റ്, ആൻഡിസൈറ്റ്, ഗാബ്രോ, ബസാൾട്ട്. ഇനിയുള്ളത് ഡോളിറൈറ്റ് ആണ്. ഇടത്തര തരികൾ അടങ്ങിയ അന്തർജാത ശിലകളാണ് ഡോളിറൈറ്റ്. ഡോളിറൈറ്റ് സാധാരണയായി കണ്ടുവരുന്നത് എന്താണ്? വെറും കണ്ണുകൊണ്ട് കാണാൻ പ്രയാസമാണെങ്കിൽ ഒരു ഹാൻഡ് ലെൻസിന്റെ സഹായത്തോടെ അടുത്ത് നിൽക്കുന്ന ധാതുക്കളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ഡോളറൈറ്റും എന്തിന്റെ ഒരു ഉദാഹരണമാണ്? ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തത് ഡ്യൂണൈറ്റ്. അടുത്ത ഉദാഹരണമാണ് ഡ്യൂണൈറ്റ്. ഡ്യൂണൈറ്റും ഒരു ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഇളം മഞ്ഞ കലർന്ന പച്ച നിറമുള്ള ശിലകളാണ് ഡ്യൂണൈറ്റ് എന്ന് പറയുന്നത്. ഏതാണ്ട് മുഴുവനായും വലിയ തരികളുള്ള ഒലീവിയൻ ധാതുവിനാൽ നിർമ്മിതമായ സാനിറ്ററി പ്ലൂട്ടോണിക് ശിലയാണ് ഡ്യൂണൈറ്റ്. ഈ ശിലയിൽ 90% ഒലീവിയൻ ധാതുവാണുള്ളത്. കൂടാതെ പൈറോക്സിൻ, ക്രോമൈറ്റ് മുതലായ ധാതുക്കൾ ചെറിയ അളവിൽ കാണുന്നു. ബസാൾട്ട്, ഗ്രാനൈറ്റ് എന്നിവയാണ് സാധാരണയായി കാണപ്പെടുന്ന രണ്ട് ആഗ്നേയ ശിലകൾ. ഇത് രണ്ട് അതെങ്കിലും ജസ്റ്റ് ഓർത്തിരിക്കണം. ബസാൾട്ടും ഗ്രാനൈറ്റും ആഗ്നേയ ശിലയാണ്. ഈ രണ്ട് ശിലകളും ടെക്സ്ചറിലും വ്യത്യാസം ഇതാണെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ബസാൾട്ടും ഗ്രാനൈറ്റും എന്താണെന്ന്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പം ആഗ്നേയ ശിലകളിലെ ഈ ചാപ്റ്ററിൽ, ശിലകളുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? ഗ്രാനൈറ്റ്, റയോലൈറ്റ്, പെക്മറൈറ്റ്, ഡയോറൈറ്റ്, ആൻഡിസൈറ്റ്, ഗാബ്രോ, ബസാൾട്ട്, സോളിറൈറ്റ്, ഡ്യൂണൈറ്റ്. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനിയുള്ളത് എന്താണ്? അവസാദ ശില എന്താണെന്നാണ് നോക്കുന്നത്. ഭൗമോപരിതലത്തിന്റെ അധിക ഭാഗവും സമുദ്രതടം ഉൾപ്പെടെ അവസാദങ്ങൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടതാണ്. ഭൂവൽക്കത്തിൽ 7% മാത്രമാണ് അവസാദ ശിലകൾ ഉള്ളത്. എന്നാൽ ഭൗമോപരിതലത്തിന്റെ 70% ഭാഗത്തെയും അവ ആവരണം ചെയ്യുന്നു. ഭൂഖണ്ഡങ്ങളിലെ ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടായതാണ് അവസാദങ്ങൾ മിക്കവയും. മറ്റു ചിലത് ധാതുശിലകൾ സ്രവിക്കുന്ന തരം ജീവികളുടെ അവശിഷ്ടങ്ങളാണ്. എന്നാൽ വേറെ ചിലത് സമുദ്രങ്ങളിലും കായലുകളിലും ലയിച്ചിരിക്കുന്ന രാസവസ്തുക്കളും അജീവിയ ക്രിസ്റ്റലുകളും കൂടിച്ചേർന്നുണ്ടാകുന്ന പുതിയ ധാതുക്കളാൽ നിർമ്മിതമാണ്. അടിഞ്ഞുകൂടുക എന്നർത്ഥമുള്ള സെഡിമെന്റിയം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെഡിമെന്ററി എന്ന പദം വന്നു ചേർന്നത്. അവസാദങ്ങൾ പലതരത്തിൽ രൂപം കൊള്ളാം. പഴയ ശിലകളിൽ നിന്ന് ഭൗതിക കാരണങ്ങളാൽ സ്വാഭാവികമായ രൂപങ്ങളുടെ ശിലാശകലങ്ങൾ ഉൾക്കൊള്ളുന്നവ ഇവയിലൊന്നാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന അയഞ്ഞ അവസാദങ്ങൾ കാറ്റ്, ഹിമാനികൾ തുടങ്ങിയവയാൽ നീക്കം ചെയ്യപ്പെടുകയും മറ്റൊരിടത്ത് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ക്രമേണ ഇവ പാളികളായി കുമിഞ്ഞുകൂടുന്നു. അയഞ്ഞ അവസാദങ്ങൾ ദൃഢീകരിച്ചുണ്ടാകുന്ന ശിലകളോ ലായനികളിൽ നിന്ന് അവശിഷ്ടപ്പെട്ടുണ്ടാകുന്ന രാസശിലകളോ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ഉൾപ്പെടുന്ന ജൈവിക ശിലകളോ ആണ് അവസാദ ശിലകളെന്ന് നിർവചിക്കാം. ഈ അവസാദ ശിലകള് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതിന്റെ വർഗീകരണമാണ്. ഉത്ഭവ രീതിയെ അടിസ്ഥാനമാക്കി അവസാദ ശിലകളെ താഴെ പറയുന്ന 3 വിഭാഗങ്ങളായി വർഗീകരിക്കാം. അവസാദ ശിലകളെ ക്ലാസ്റ്റിക് അവസാദശില, രാസിക അവസാദശില, ജൈവിക അവസാദശില എന്നിങ്ങനെ തരംതിരിക്കാൻ പറ്റും. നമ്മള് ഉദാഹരണങ്ങൾ നോക്കാം. ഈ പറഞ്ഞില്ലേ ക്ലാസ്റ്റിക് അവസാദശിലകൾ എന്ന് പറഞ്ഞില്ലേ? പെപ്സില്, കോബ്ലർ, ബോൾഡറുകൾ തുടങ്ങിയ വളരെ വലിയ ശിലാതരികൾ ധാരാളമായി അടങ്ങിയിരിക്കുന്ന അവസാദശിലകളാണ് കൺഗ്ലോമറേറ്റ്. വളരെ വലിയ ശിലാതരികൾ മണൽ, സിൽറ്റ്, കളിമണ്ണ് പോലുള്ള ചെറിയ ശിലാതരികളുടെ ഒരു മിശ്രിതത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ട തരത്തിലാണ് കൺഗ്ലോമറേറ്റ് ശിലകൾ കാണപ്പെടുന്നത്. അപ്പൊ ഒരു ഉദാഹരണമാണ് കൺഗ്ലോമറേറ്റും ബ്രഷ്യയും. കൺഗ്ലോമറേറ്റ് ശിലകൾ വളരെ ചുരുങ്ങിയ തോതിൽ മാത്രം തരംതിരിവ് കാണിക്കുന്നതും വളരെ വലിയ ഗോളാകാര ശിലാതരികൾ ഉൾക്കൊണ്ടിരിക്കുന്നതുമായ ക്ലാസ്റ്റിക് ശിലയാണ്. വലിയ ശിലാകണങ്ങൾ നല്ലവണ്ണം ഗോളാകാരം കാണിക്കുന്നവയാണ്. ഇതിന് കാരണം അവ ദീർഘസമയം വഹിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നുണ്ടെന്നും വലിയ ശിലാവസ്തുക്കളെ വഹിക്കാൻ ശേഷിയുള്ള ഉയർന്ന ഊർജ്ജ പരിസ്ഥിതി നിക്ഷേപിക്കപ്പെട്ടു എന്നുമാണ്. ബ്രഷ്യക്ക് 2 പടം തന്നിട്ടുണ്ട്. കൺഗ്ലോമേറ്റും ബ്രഷ്യക്കും. കൺഗ്ലോമേറ്റിനോട് സാദൃശ്യമുള്ളതാണ് ബ്രഷ്യക്ക്. എന്നാൽ ഉരുണ്ട നല്ല ഗോളാകാരമായ കണങ്ങൾക്ക് പകരം കൂർത്ത വക്കുകളുടെ വലിയ ശിലാകണങ്ങളാണ് ഇവയിൽ ഉൾപ്പെടുന്നത്. ബ്രഷ്യയിലെ കൂർത്തതും വക്കുള്ളതുമായ ശിലാതരികൾ സൂചിപ്പിക്കുന്നത് അവ കുറച്ചു സമയം മാത്രമേ വഹിക്കലിന് വിധേയമായിട്ടുള്ളൂ എന്നാണ്. പിന്നെ അപ്പൊ നമ്മൾ അവസാദ ശിലകളിൽ കൺഗ്ലോമറേറ്റും ബ്രഷ്യസും പഠിച്ചു കഴിഞ്ഞു. ഇനി മണൽക്കല്ലാണുള്ളത് ഒരു ഉദാഹരണം. അവസാദ ശിലകളുടെ അടുത്ത ഉദാഹരണമാണ് മണൽക്കല്ല്. ഏറ്റവും സർവ്വസാധാരണമായിട്ടുള്ള അവസാദ ശിലകളിൽ ഒന്നാണ് മണൽക്കല്ലുകൾ. ഏതാണ്ട് പൂർണ്ണമായും മണൽത്തരി വലിപ്പമുള്ള ക്വാർട്സ് ധാതുവിനാലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഈ തരികൾ ലിത്തിഫിക്കേഷൻ പ്രക്രിയ വഴി സംയോജിച്ച് ദൃഢമായതാണ്. നദികള്, സമുദ്രം, കടൽത്തീരം, മരുപ്രദേശം, ഹിമാനീയം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിസ്ഥിതികളിൽ മണൽക്കല്ലുകൾ രൂപം കൊള്ളുന്നു.
മണൽക്കല്ലുകൾ രൂപീകരിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? നദികള്, സമുദ്രം, കടൽ തീരം, മരുപ്രദേശം, ഹിമാനീയം. ഓർത്തിരിക്കണം. പിക്ചർ തന്നിട്ടുണ്ട്, മണൽക്കല്ലുകളുടെ പിക്ചർ. ഈ മൂന്നാമത്തേതാണ് ഷെയില്. മൂന്നാമത്തെ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ഷെയില്. സൂക്ഷ്മ തരികളുള്ള അവസാദ ശിലകളാണ് ഷെയില്. നന്നായി ഉരുണ്ട ഗോളാകാരമുള്ള സിൽറ്റും കളിമൺ വലിപ്പത്തിലുള്ള തരികളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഏതാണ്ട് നല്ല തരംതിരിവ് പ്രദർശിപ്പിക്കുന്ന ശിലകളാണിവ. ഷെയിൽ ശിലകൾ മിക്കപ്പോഴും ലാമിനേഷൻ ഘടന കാണിക്കുന്നവയാണ്. ഇത് കാരണം ശിലകൾക്ക് ഫിസിലിറ്റി അഥവാ എളുപ്പം പൊട്ടിപ്പോകുന്ന സ്വഭാവം ലഭിക്കുന്നു. ശിലകളുടെ നേർത്ത പരന്ന പാളികളായി അടരാനുള്ള പ്രവണതയാണ് ഫിസിലിറ്റി എന്ന് പറയുന്നത്. ഫിസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ശിലകളുടെ നേർത്ത പരന്ന പാളിയായി അടരാനുള്ള പ്രവണതയാണ് ഫിസിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഉദാഹരണമാണ് ചുണ്ണാമ്പ് കല്ല്. നമ്മൾ കൺഗ്ലോമറേറ്റ് പഠിച്ച്, ബ്രഷസ് പഠിച്ച്, മണൽക്കല്ല് പഠിച്ച്, ഇനി ചുണ്ണാമ്പ് കല്ലിന് എന്തിന്റെ ഉദാഹരണമാണ്? അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. ചുണ്ണാമ്പ് കല്ല് സർവ്വസാധാരണമായ അവസാദ ശിലകളിൽ ഒന്നാണ്. ഏതാണ്ട് പൂർണ്ണമായും കാൽസൈറ്റ് CaCO3 ധാതുവാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചുണ്ണാമ്പ് കല്ല് അജൈവ പ്രക്രിയ വഴിയും ജൈവരാസിക പ്രക്രിയ വഴിയും രൂപം കൊള്ളുന്നു. വൈവിധ്യമാർന്ന പരിസ്ഥിതികളിൽ ചുണ്ണാമ്പ് കല്ല് രൂപം കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചുണ്ണാമ്പ് ശിലകൾ കാണാറുണ്ട്. ചുണ്ണാമ്പ് കല്ല് മൊത്തം അവസാദ ശിലകളുടെ ഏകദേശം 10% വരും. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് സമുദ്രജന്യ ഓർഗാനിക് ലൈംസ്റ്റോൺ വിഭാഗത്തിൽപ്പെട്ടവയാണ്. രാസപ്രവർത്തന ഫലമായി അവക്ഷിപ്തപ്പെടുന്ന ചുണ്ണാമ്പ് കല്ല് പൊതുവെ ചെറിയ തരികളുള്ളവയാണ്. എന്നാൽ ജൈവിക ചുണ്ണാമ്പ് കല്ല് അവയുടെ രൂപീകരണത്തിന് കാരണമായ ജീവികളുടെ തരം അനുസരിച്ച് ശിലാതരികളുടെ കാര്യത്തിൽ വ്യത്യസ്തത കാണിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ജീവികളുടെ അവശിഷ്ടങ്ങൾ ഫോസിലുകളായ ശിലകളിൽ കാണുന്നു. മറ്റു ചില സന്ദർഭങ്ങളിൽ അവസാദങ്ങൾ ഉറഞ്ഞു കട്ടിയായി ശിലയായി മാറുന്നതിനിടെ ഫോസിലുകൾ നശിച്ചു പോകുന്നു. ജീവികളുടെ ഷെല്ലുകളോ തിരിച്ചറിയത്തക്ക വിധമുള്ള മറ്റ് അവശിഷ്ടങ്ങളോ ഉൾക്കൊണ്ടിരിക്കുന്ന ലൈംസ്റ്റോൺ ശിലകൾ ഫോസിലിഫറസ് ലൈംസ്റ്റോൺ ഉദാഹരണം ആ ചിത്രത്തിൽ തന്നിട്ടുണ്ട് എന്ന വിഭാഗത്തിൽ പെടുന്നു. ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ദ്രവങ്ങൾ ചുണ്ണാമ്പ് കല്ലിലൂടെ ഒഴുകുമ്പോൾ രാസപ്രവർത്തനം നടക്കുകയും അതുവഴി അവ ഡോളോസ്റ്റോൺ ആയി മാറുകയും ചെയ്യുന്നു. CaCO3 പുനർക്രിസ്റ്റലീകരണത്തിലൂടെ ഡോളമൈറ്റ് എന്ന രാസഘടനയോട് കൂടിയ പുതിയ ധാതുവായി മാറുന്നു. ജസ്റ്റ് ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഉദാഹരണം മാത്രം നോക്കിയാൽ മതി. കൺഗ്ലോമറേറ്റ് പഠിച്ച്, ബ്രഷസ് പഠിച്ച്, മണൽക്കല്ല് പഠിച്ച്, ചുണ്ണാമ്പ് കല്ല് പഠിച്ച്. ഇനി പവിഴപ്പുറ്റാണ് ഓർത്തിരിക്കേണ്ടത്. സമുദ്രജീവികൾ സൃഷ്ടിക്കുന്ന ചുണ്ണാമ്പ് കല്ലുകളാണ് പവിഴപ്പുറ്റുകൾ. കശേരുക്കളില്ലാത്ത ജീവികളായ കോറലുകൾ അവയുടെ ജൈവിക പ്രവർത്തന ഫലമായി സ്വയം കാൽസ്യം കാർബണേറ്റ് സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അതുപയോഗിച്ച് പുറം ഷെല്ലുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. കോറലുകളുടെ ഈ ഷെല്ലുകൾ കുമിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ ഉണ്ടാവുന്നത്. പവിഴപ്പുറ്റുകൾ എന്തിന് ഉദാഹരണമാണ്? അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. പിന്നെ ചോക്ക്. അടുത്ത ഉദാഹരണമാണ് ചോക്ക്. ഇവയും സമുദ്രത്തിലെ ചുണ്ണാമ്പുമായ സൂക്ഷ്മജീവികളിൽ നിന്നുണ്ടാകുന്നവയാണ്. ഈ ജീവികൾക്ക് ജീവഹാനി സംഭവിച്ച് അവയുടെ ഷെല്ലുകൾ സമുദ്രതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട അവസാദ ശിലകൾ ഉണ്ടാകാം. അടുത്ത ഉദാഹരണമാണ് കൽക്കരി. ജീവികളിൽ ഓർഗാനിക് കാർബൺ കൊണ്ട് നിർമ്മിതമായ ഒരിനം ജൈവിക അവസാദ ശിലയാണ് കൽക്കരി. കൽക്കരിയുടെ രാസഘടന ജീവികളുടേതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നെങ്കിലും അവസാദ നിക്ഷേപം നടന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സസ്യങ്ങളുടെ ഇലകൾ, തൊലി, തടി, ജീവികളുടെ മറ്റ് ഭാഗങ്ങൾ എന്നിവയുടെ ഫോസിലീകൃത ഭാഗങ്ങളും അടയാളങ്ങളും കൽക്കരിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി വെട്ടുകല്ലും കൂടെ അവസാദ ശിലകളുടെ ഇതിനകത്ത് ഓർത്തിരിക്കണം. അപക്ഷയ പ്രക്രിയയുടെ അവശിഷ്ട ഉൽപ്പന്നമാണ് ലാറ്ററൈറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന ശക്തമായ വർഷപാതത്തിൽ ഇവിടുത്തെ ഇരുമ്പ്, അലൂമിനിയം എന്നീ ലോഹധാതുക്കളാൽ സമ്പന്നമായ ശിലകൾ തീവ്ര അപക്ഷയത്തിന് വിധേയമാകുമ്പോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ്. ഇതിലുള്ള ഇരുമ്പിന്റെയും അലൂമിനിയം ഓക്സൈഡിന്റെയും കൂടിയ ഗാഢത അവയ്ക്ക് തനതായ ചുവപ്പോ തവിട്ട് നിറമോ നൽകുന്നു. അപ്പൊ ഈ ശിലയ്ക്ക് ലാറ്ററൈറ്റ് എന്ന് നാമകരണം ചെയ്തത് സ്കോട്ടിഷ് വിശ്വകരനായിരുന്ന ഡോക്ടർ ഫ്രാൻസിസ് ബുഖാനൻ 1807 ലത്തീൻ ഭാഷയിൽ ലാറ്ററൈറ്റ് എന്ന പദത്തിനർത്ഥം ഇഷ്ടിക എന്നാണ്. ശുദ്ധമായ അവസ്ഥയിൽ ലാറ്ററൈറ്റ് ശിലകൾ മൃദുവും കട്ടകളായി എളുപ്പത്തിൽ വെട്ടിയെടുക്കാവുന്നവയുമാണ്. സൂര്യപ്രകാശവുമായും അന്തരീക്ഷ വായുവുമായുള്ള സമ്പർക്കം മൂലം ഇവ ദൃഢമായി മാറുന്നു. കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലെ ഇടനാട് പ്രദേശങ്ങളിലാണ് ലാറ്ററൈറ്റ് വ്യാപിച്ചു കിടക്കുന്നത്. ചോദ്യം വരാം. ലാറ്ററൈറ്റ് വ്യാപിച്ചു കിടക്കുന്നത് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളുടെ ഇടനാട് പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തൊക്കെയാണ്? ആഗ്നേയശിലകളുടെ ഉദാഹരണങ്ങൾ ഗ്രാനൈറ്റ്, റയോലൈറ്റ്, പെക്മറൈറ്റ്, ഡയോറൈറ്റ്, ആൻഡിസൈറ്റ്, ഗാബ്രോ, ബസാൾട്ട്, ഡോളിറൈറ്റ്, ഡുണൈറ്റ്. അവസാദ ശിലകൾക്ക് ഉദാഹരണവും കൺഗ്ലോമറൈറ്റും ബ്രഷസും, മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, പവിഴപ്പുറ്റുകള്, ചോക്ക്, കൽക്കരി, വെട്ടുകല്ല്.
നമ്മൾ കായാന്തരിത ശിലകളെ കുറിച്ചാണ് പഠിക്കുന്നത്. മൂന്നാമത്തെ ഇനം ശിലകളാണ് കായാന്തരിത ശിലകൾ. താപനിലയിലും മർദ്ദത്തിലുമുള്ള വ്യതിയാനങ്ങൾ, ചില രാസഘടകങ്ങളുടെ കൂടിച്ചേരലും നീക്കം ചെയ്യലും തുടങ്ങി മാറിക്കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക അവസ്ഥകളോടുള്ള പ്രതികരണം മൂലം നേരത്തെ നിലനിന്ന ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചാണ് കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്. ഭൗതിക പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഫലമായി രൂപമാറ്റത്തിന് വിധേയമാകുന്ന ഏതിനും ശിലകളിൽ നിന്നും കായാന്തരിത ശിലകൾ രൂപം കൊള്ളാവുന്നതാണ്. കായാന്തരിത ശിലകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന രൂപമാറ്റ പ്രക്രിയയെ കായാന്തരണം എന്ന് പറയുന്നു. മാറ്റം എന്നർത്ഥം വരുന്ന ഗ്രീക്ക് ഭാഷയിലെ മെറ്റ, രൂപം എന്നർത്ഥമുള്ള മോർഫ് എന്നിവ കൂടിച്ചേർന്നാണ് മെറ്റാമോർഫിസം എന്ന പദമുണ്ടായത്. മെറ്റാമോർഫിസം എന്ന എന്താ? രൂപമാറ്റം എന്നർത്ഥം. മാതൃശില നിലനിന്നിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭൂമിക്കുള്ളിൽ രൂപപ്പെടുന്ന ഭൗതികവും രാസപരവുമായ സാഹചര്യങ്ങളിൽ ശിലകളുടെ ധാതു സഞ്ചയത്തിനും ടെക്സ്ചറിനും സംഭവിക്കുന്ന ക്രമപ്പെടലുകളാണ് കായാന്തരണം എന്ന് നിർവചിക്കാം. അപ്പൊ നൈസ്, സ്ലേറ്റ്, മാർബിള്, ഷിസ്റ്റ്, ക്വാർട്സൈറ്റ് തുടങ്ങിയ സാധാരണ കാണപ്പെടുന്ന കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. ഇപ്പൊ ഭൂവൽക്ക ചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിന്റെ അഗാധ ഭാഗങ്ങളിലേക്ക് താഴ്ത്തപ്പെടുന്ന ശിലകൾ ഉയർന്ന താപനിലയ്ക്കും മർദ്ദത്തിന് വിധേയമാകുന്നു. അഗാധ തലങ്ങളിൽ വെച്ച് സമ്മർദ്ദത്താൽ ശിലകൾ ഞെരുങ്ങുന്നതിന് കാരണമാകുന്നു. അപ്പൊ ഇതിന്റെ ഫലമായി ശിലകൾ ചൂട് പിടിച്ച് ഉയർന്ന മർദ്ദത്തിന് വിധേയമാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ശിലകൾ ഉരുകി ദ്രവമാകുന്നില്ലെങ്കിലും അവയിലെ ധാതു ഘടകങ്ങൾക്ക് ഘടനാമാറ്റം സംഭവിക്കും. ഇങ്ങനെയാണ് ഒരു ശില കായാന്തരിത ശിലയായി മാറുന്നത്. വിവിധതരം കായാന്തരിത ശിലകളെ കുറിച്ച് നോക്കാം. എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സ്ലേറ്റ്, ഷെയിൽ എന്ന അവസാദ ശിലയിൽ നിന്ന് രൂപം കൊള്ളുന്ന ഫോളിയേഷൻ ഉള്ള കായാന്തരിത ശിലയാണ് സ്ലേറ്റ്. സ്ലേറ്റ് ഓർത്തിരിക്കണം. അവസാദ ശിലയിൽ നിന്നാണ്, ഷെയിൽ എന്ന അവസാദ ശിലയിൽ നിന്നാണ് സ്ലേറ്റ് എന്ന കായാന്തരിത ശില ഉണ്ടായിരുന്നത്. അപ്പൊ എന്താണ്? വളരെ എളുപ്പത്തിൽ നേർത്ത കനം കുറഞ്ഞ പാളികളായി അടർത്തി മാറ്റാൻ കഴിയും. മൈക്ക, ക്ലോറൈറ്റ്, ക്വാർട്സ് തുടങ്ങിയ ധാതുക്കളാണ് ഇവയിൽ പ്രധാനമായും കാണപ്പെടുന്നത്. കനം കുറഞ്ഞ ഷീറ്റുകൾ അടർത്തി മാറ്റാം എന്നുള്ളത് കൊണ്ട് കെട്ടിടങ്ങളുടെ മേൽക്കൂര നിർമ്മാണത്തിന് സ്ലേറ്റ് ഉപയോഗിക്കാറുണ്ട്. കായാന്തരണത്തിന്റെ തീവ്രത അനുസരിച്ച് സ്ലേറ്റിലെ ധാതുതരികളുടെ വലിപ്പം കൂടുകയും അവയെ ഫില്ലൈറ്റ്സ് എന്ന മറ്റൊരു ശിലയായി മാറുകയും ചെയ്യുന്നു. ഫില്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മ തരികളുള്ള ഒരു കായാന്തരിത ശിലയാണ് ഫില്ലൈറ്റ്. വളരെ ചെറിയ തരികൾ അടങ്ങിയ ഷെയിൽ പോലുള്ള അവസാദ ശിലകൾ ധാതു പുനഃസംഘാടനം സംഭവിച്ചാണ് ഇതുണ്ടാവുന്നത്. ഷീറ്റുകളായി വേർതിരിയാനുള്ള ഒരു ശിലയുടെ പ്രവണതയെ ഫിസിലിറ്റി എന്ന് പറയും. പരന്ന ധാതുക്കളുടെ പ്രത്യേക ക്രമീകരണം മൂലം ഫില്ലൈറ്റിന് ഫിസിലിറ്റി വളരെ കൂടുതലാണ്. മൈക്ക ധാതുക്കൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇവയുടെ ഉപരിതലത്തിൽ ഒരു പ്രത്യേക തിളക്കം കാണാനുണ്ട്. താരതമ്യേന ഗ്രേഡ് കുറഞ്ഞ കായാന്തരിത സാഹചര്യങ്ങളിലാണ് ഫില്ലൈറ്റ് രൂപം കൊള്ളുന്നത്. കായാന്തരിത ശിലകളായ സ്ലേറ്റിന്റെയും ഷിസ്റ്റിന്റെയും ഇടയിലുള്ള ഭൗതിക സവിശേഷതകളാണ് ഫില്ലൈറ്റിനുള്ളത്. ഇതിലെ ശിലാതരികൾ സ്ലേറ്റിനേക്കാൾ വലുപ്പം കൂടിയവയും എന്നാൽ ഷിസ്റ്റിനേക്കാൾ വലുപ്പം കുറഞ്ഞവയാണ്. ഇനി ഷിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷിസ്റ്റോസ് എന്ന സവിശേഷ ഫോളിയേഷൻ അടങ്ങിയിരിക്കുന്ന ശിലയാണ് ഷിസ്റ്റ്. ഷിസ്റ്റിലെ ഫോളിയേഷൻ സ്ലേറ്റിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും ധാതുതരികളുടെ വലുപ്പത്തിലാണ്. ഷിസ്റ്റിലെ ശിലയിലെ ധാതുക്കൾ നിശ്ചിത ദിശയിൽ ക്രമീകരിക്കപ്പെടുകയും അവയെ വെറും കണ്ണുകൊണ്ട് ലെൻസ് ഉപയോഗിച്ച് വ്യക്തമായി കാണാൻ കഴിയുന്നവയാണ്. ജസ്റ്റ് ഉദാഹരണങ്ങൾ ഓർത്തോണം. പിന്നെ ബസാൾട്ട്, ഗാംബ്രോ തുടങ്ങിയ ആഗ്നേയ ശിലകളിൽ നിന്നും കായാന്തരണ ഫലമായി രൂപം കൊണ്ട ആംബിഫോൾ, ഹോൺബ്ലെൻഡ് കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഷിസ്റ്റ് ആംബിഫോലൈറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഉദാഹരണങ്ങൾ എന്തൊക്കെ? സ്ലേറ്റ്, ഫില്ലൈറ്റ്, ഷിസ്റ്റ്. ഇനി നൈസും ഒരു കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ്. ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. വലിയ തരികളുള്ള ഗ്രാനുലാർ കായാന്തരിത ശിലയാണ് നൈസ്. ഇളനിറമുള്ള ഫെൽസിക് ധാതുക്കൾ, കടുനിറമുള്ള മാഫിക് ധാതുക്കൾ എന്നിവയുടെ പാളികൾ ഒന്നിടവിട്ട് ക്രമീകരിക്കപ്പെട്ടാണ് ഇതിൽ ഫോളിയേഷൻ ഉണ്ടായിരിക്കുന്നത്. ഇത്തരം ഫോളിയേഷനെ നൈസിക് ബാൻഡിംഗ് എന്ന് വിളിക്കുന്നു. ഗ്രാനൈറ്റിലേതിന് സമാനമാണ് നൈസിലെ ധാതു സഞ്ചയം. ഉന്നത ഊഷ്മാവിലും മർദ്ദത്തിലും തീവ്രമായ കായാന്തരണം സംഭവിച്ചാണ് നൈസ് ഉണ്ടാവുന്നത്. നിശ്ചിത പ്രതലത്തിലൂടെ പിളരാനുള്ള പ്രവണത താരതമ്യേന കുറഞ്ഞിരിക്കുന്ന ശിലയാണ് നൈസ് എന്ന് പറയാം. മറിച്ച് ഷിസ്റ്റ് അതിലെ പരന്ന ധാതുക്കളുടെ സമാന്തരമായുള്ള ക്രമീകരണം മൂലം നിശ്ചിത പ്രതലത്തിലൂടെ പിളരാനുള്ള പ്രവണത കാണിക്കുന്നുണ്ട്. ഇനി മാർബിളും ഓർത്തിരിക്കണം. കോൾസൈറ്റ്, ചെറിയ അളവിൽ ഡോളമൈറ്റ് എന്നീ ധാതുക്കൾ നിർമ്മിച്ചിരിക്കുന്ന ശിലയാണ് മാർബിള്. അത് എന്താണ്? കായാന്തരിത ശിലയാണ് മാർബിള്. നമ്മൾ കിച്ചണിൽ മാർബിൾ ഇട്ടു, അപ്പൊ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്നതിലെ കായം, അപ്പൊ കായം മാർബിളിനകത്ത് വെച്ചു എന്നൊക്കെയുള്ള രീതിയിൽ കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ എന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം. അപ്പൊ ചുണ്ണാമ്പ് കല്ലിന് കായാന്തരണം സംഭവിച്ചാണ് മാർബിൾ ഉണ്ടാവുന്നത്. കായാന്തരണം മൂലം പ്രധാനമായും ധാതുതരികളുടെ വലിപ്പം വർദ്ധിക്കുന്നു.
കാൽസൈറ്റ്, ഡോളോമൈറ്റ് ക്രിസ്റ്റലുകൾ എല്ലാ ദിശയിലും ഏറെക്കുറെ തുല്യ വലിപ്പമുള്ളവയായതിനാൽ ഷിസ്റ്റ് ശിലകളിൽ നിന്ന് വിഭിന്നമായി അവയിൽ മൈക്ക അടങ്ങിയിട്ടില്ലാത്ത പക്ഷം മാസീവ് രൂപത്തിലാണ് കാണപ്പെടുന്നത്. മൈക്ക അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫോളിയേഷനിലും കാണപ്പെടുന്നുണ്ട്. ഇനി ക്വാർട്സൈറ്റ് ആണ് അടുത്തത്. മാർബിൾ കഴിഞ്ഞിട്ട് അടുത്ത എക്സാമ്പിൾ ആണ് ക്വാർട്സൈറ്റ്. മണൽക്കല്ല് ദൃഢമായ ക്വാർട്സോട് കൂടിയ ശിലയായി പരിവർത്തനം ചെയ്യപ്പെട്ട് ക്വാർട്സൈറ്റായി മാറുന്നു. ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും വരെ ക്വാർട്സ് സ്ഥിരത കൈവെടിയാത്തതിനാൽ മണൽക്കല്ലിന്റെയും ഷേർട്ടിന്റെയും കായാന്തരത്താൽ ക്വാർട്സിന് പുനഃക്രിസ്റ്റലീകരണം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. തൽഫലമായി ക്വാർട്സ് ക്രിസ്റ്റലുകൾ പരസ്പരം ഇടതൂർന്ന് വളർന്ന് ദൃഢത കൂടിയ ക്വാർട്സൈറ്റായി മാറുന്നു. അപ്പോൾ മണൽക്കല്ലിൽ നിന്ന് വ്യത്യസ്തമായി ക്വാർട്സൈറ്റിൽ സുഷിരങ്ങൾ ഉണ്ടായിരിക്കില്ല, മറിച്ച് മിനുസമുള്ള ഫ്രാക്ചർ കാണപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ചുറ്റുകൊണ്ട് അടിച്ചാൽ ഈ ശിലകൾ ക്വാർട്സ് അരികളുടെ പൊട്ടി ക്രമരഹിതമായ പ്രതലത്തിന് പകരം മിനുസമായ പ്രതലം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് കായാന്തരിത ശിലകളുടെ ഉദാഹരണങ്ങളായിട്ട് നമ്മൾ പഠിച്ച സ്ലേറ്റ്, ഫില്ലൈറ്റ്, ഷിസ്റ്റ്, നൈറ്റ്, മാർബിൾ, ക്വാർട്സൈറ്റ്. നമ്മുടെ ക്വസ്റ്റിനകത്ത് ചോദിച്ചത് ക്വാർട്സൈറ്റ് ആണ്. ഒരെണ്ണം കൂടി ജസ്റ്റ് ഓർത്തിരിക്കണം, ചാർണക്കൈറ്റ്. ഗ്രാനുലിറ്റിക് ടെക്സ്ചർ ഘടനയോട് കൂടിയ ഹൈപ്പർസ്റ്റീൻ ധാതു അടങ്ങിയിരിക്കുന്ന ഗ്രാനൈറ്റിനെയാണ് ചാർണക്കൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് കളർ നോക്ക്. ചിലയിനത്തിൽ തവിട്ട് കലർന്ന പച്ച നിറമുള്ളതും ഹോൺബ്ലെൻഡും ധാരാളമായി ടൈറ്റാനിയം അടങ്ങിയിരിക്കും. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ശിലാ ഗ്രൂപ്പുകളിൽ ഒന്നാണ് ചാർണക്കൈറ്റ്. അതുകൊണ്ട് അതിന് റെലവെന്റ് ആണ് ചോദിക്കാം. ചാർണക്കൈറ്റ് ഒരു കായാന്തരിത ശിലയാണ്, കേരളത്തിൽ കാണപ്പെടുന്നുണ്ട്. വ്യത്യസ്ത രാസഘടനയോട് കൂടിയ ചാർണക്കൈറ്റുകളെ കുറിച്ച് ആദ്യമേ വിശദീകരണം ലഭിച്ചത് തമിഴ്നാട് സംസ്ഥാനത്ത് നിന്നാണ്. കൊൽക്കത്ത നഗരത്തിന്റെ സ്ഥാപകനായ ജോബ് ചോർണോക്കിന്റെ നാമധേയത്തിലാണ് ഈ ശിലയ്ക്ക് ഈ പേര് ലഭിച്ചത്. ലോകത്തെമ്പാടും ചാർണക്കൈറ്റ് കാണപ്പെടുന്നു. പലപ്പോഴും അപരദനത്തിന് വിധേയമായ മിക്ക പ്രീകാമ്പിയൻ ആധാര ശിലകളും ചാർണക്കൈറ്റ് ആണെന്ന് പറയാം. പിന്നെ ഈ ചാപ്റ്ററിന്റെ ഒരു സംഗ്രഹവും കൂടെ പറഞ്ഞു നിർത്താം. അപ്പൊ എക്സാമ്പിൾ ഒരിക്കൽ കൂടി പറയാം. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, റയോലൈറ്റ്, പെക്മറൈറ്റ്, ഡയോറൈറ്റ്, ആൻഡിസൈറ്റ്, ഗാബ്രോ, ബസാൾട്ട്, ഡോളിറൈറ്റ്, ഡ്യൂണൈറ്റ്. അവസാദ ശിലകൾക്കോ കൺഗ്ലോമറേറ്റും ബ്രഷ്യസും, മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, പവിഴപ്പുറ്റുകള്, ചോക്ക്, കൽക്കരി, വെട്ടുകല്ല്. കായാന്തരിത ശിലകൾക്കോ സ്ലേറ്റ്, ഫില്ലറ്റ്, ഷിസ്റ്റ്, നൈസ്, മാർബിള്, ക്വാർട്സൈറ്റ്. ഇതെല്ലാം എന്താണ് ചാർണക്കൈറ്റ് നമ്മൾ പഠിച്ചു. അതെല്ലാം കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത്, അപ്പൊ ഈ ചാപ്റ്റർ പറഞ്ഞില്ലേ 12ാം ക്ലാസ്സിലെ ശിലകളുടെ ലോകം. അപ്പൊ അതിന്റെ ഒരു സംഗ്രഹം കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഭൗമശാസ്ത്രത്തിന്റെയും ഭൗമവ്യവസ്ഥയുടെ ചലനാത്മകതയുടെയും പഠനത്തിന് ശിലകളെ കുറിച്ചുള്ള പഠനം അനിവാര്യമാണ്. ഫലക ചലനങ്ങളോടൊപ്പം ശിലകളും സസ്യജാലങ്ങളും അപക്ഷയവും ഒക്കെ നമുക്ക് ചുറ്റും ദൃശ്യമാവുന്ന വൈവിധ്യങ്ങളായ ഭൂപ്രകൃതിയെ നിർവചിക്കുന്നു. ആഗ്നേയ ശിലകളിൽ പരസ്പരം വിളക്കിച്ചേർത്ത രീതിയിലാണ് അതിലെ ശിലാകണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ക്രിസ്റ്റലുകളുടെ വലിപ്പം, ഉരുകിയ മാഗ്മ എത്ര വേഗത്തിൽ അല്ലെങ്കിൽ എത്ര സാവധാനത്തിലാണ് ഘനീഭവിച്ചിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. മിക്ക അവസാദ ശിലകളിലും അടങ്ങിയിരിക്കുന്നത് മാതൃശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊണ്ട നിക്ഷേപിക്കപ്പെടുന്നതിന് മുമ്പ് ജലം, കാറ്റ്, ഹിമാനികൾ എന്നിവയാൽ വഹിക്കപ്പെട്ട ശിലാതരികളാണ്. അവസാദ ശിലയുടെ ടെക്സ്ചർ ഘടനയ്ക്ക് അവസാദങ്ങൾ ശിലാവൽക്കരിക്കപ്പെടുന്നതിന് മുമ്പ് അവ ഏതുതരം പരിസ്ഥിതിയിൽ നിന്നാണ് അപക്ഷയം, വഹനം, നിക്ഷേപണം എന്നിവ സംഭവിച്ചതെന്ന് സൂചന നൽകാൻ കഴിയും. അവസാദ ശിലകളിൽ നിന്നും ആഗ്നേയ ശിലകളിൽ നിന്നും മാത്രമല്ല മറ്റ് കായാന്തരിത ശിലകളിൽ നിന്നും കായാന്തരിത ശിലകൾ ഉത്ഭവിക്കുന്നു. കാലപ്രവാഹത്തിൽ താപത്തിന്റെയും മർദ്ദത്തിന്റെയും സ്വാധീന ഫലമായാണ് കായാന്തരിത ശിലകൾ ഉണ്ടാകുന്നത്. ശിലയിൽ അടങ്ങിയിരിക്കുന്ന ധാതുകണങ്ങളുടെ സമാന്തരണ ക്രമീകരണത്തിലൂടെയാണ് ഫോളിയേറ്റഡ് ശിലകൾ ഉണ്ടാകുന്നത്. ധാതുക്കൾ സമാന്തര ബാൻഡുകളായി ക്രമീകരിക്കാത്ത ശിലകളാണ് ഫോളിയേഷൻസ് ഇല്ലാത്ത ശിലകൾ. ശിലാചക്രം ഒരു വിഭാഗത്തിൽപ്പെട്ട ശില രൂപമാറ്റം സംഭവിച്ച് മറ്റൊരു തരം ശിലയാകുന്ന പ്രക്രിയകൾ വിശദീകരിക്കുന്നു. ശിലാചക്രം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൽപ്പെട്ട ശില രൂപമാറ്റം സംഭവിച്ച് മറ്റൊരു തരം ശിലയാകുന്ന പ്രക്രിയകൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ ചോദ്യപേപ്പറിലെ ഒന്നാമത്തെ ചോദ്യം മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. വിവിധതരം ശിലകളെ കുറിച്ച് മിക്ക PSC ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. അപ്പൊ ഈ ജസ്റ്റ് എക്സാമ്പിൾസ് എങ്കിലും നോക്കി വെക്കണം. അപ്പൊ 12ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. ഡിഗ്രി പോലുള്ള എക്സാമുകൾക്ക്, ഡിഗ്രി പ്രിലിമിനറി, മെയിൻ പോലുള്ള എക്സാമുകൾക്ക് അതിനകത്ത് ചോദ്യങ്ങൾ വരാം. ജസ്റ്റ് എക്സാമ്പിൾസ് ഒന്നും കൂടെ പറയാം. ആഗ്നേയ ശിലകൾ ഗ്രാനൈറ്റ്, റയോലൈറ്റ്, പെക്മറൈറ്റ്, ഡയോറൈറ്റ്, ആൻഡിസൈറ്റ്, ഗാബ്രോ, ബസാൾട്ട്, ഡോളിറൈറ്റ്, ഡ്യൂണൈറ്റ്. അവസാദ ശിലകൾ കൺഗ്ലോമറേറ്റും ബ്രഷ്യസും, മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, പവിഴപ്പുറ്റുകൾ, ചോക്ക്, കൽക്കരി, വെട്ടുകല്ല്. കായാന്തരിത ശിലകൾ സ്ലേറ്റ്, ഫില്ലറ്റ്, ഷിസ്റ്റ്, നൈസ്, മാർബിള്, ക്വാർട്സൈറ്റ്.
അപ്പൊ ഇത്രയാണ് ആ ചോദ്യമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കാനുള്ളത്. അപ്പൊ ക്ലാസ് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിന്റെ ബാക്കിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.